Hi dears, welcome to Englu. Hope you all are fine. സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ. ഇംഗ്ലീഷിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോന്നോരോന്നായി നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. മസ്റ്റ് ആൻഡ് ഷുഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിർബന്ധപൂർവം നമ്മളൊരു കാര്യം പറയുന്നതിനാണ് മസ്റ്റ് ഉപയോഗിച്ചത്. നമ്മുടെ അഭിപ്രായം അതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ഓർ ഇറ്റ് ഈസ് റൈറ്റ് തിങ് ടു ഡു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. ഇന്ന് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന മസ്റ്റ് പ്ലസ് നോട്ട്, ഷുഡ് പ്ലസ് നോട്ട്, ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഗെയിൻ യു ആർ വെൽക്കം. അപ്പോൾ എങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ എന്തിനായിരിക്കും നമ്മളിത് ഉപയോഗിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു യു മസ്റ്റ് ഗോ ദർ, നിങ്ങളവിടെ പോവണം നിർബന്ധമായും. ഇറ്റ് ഈസ് നെസസറി ടു ഡു, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നെസസറി ടു ഗോ ദർ. യു മസ്റ്റ് ഗോ ദർ, നിങ്ങളവിടെ പോവണം. ദേ ആർ വെയിറ്റിംഗ്, അതുകൊണ്ട് നിങ്ങളവിടെ പോവണം, നിർബന്ധമാണത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളവിടെ പോവരുത്, നിർബന്ധമായും നിങ്ങളവിടെ പോവരുത്. ദർ ഈസ് സംതിങ് റോങ്, അതുകൊണ്ട് യു മസ്റ്റിൻറ്റ് ഗോ എന്നാണ് പറയേണ്ടത്. മസ്റ്റിൻറ്റ് മീൻസ് മസ്റ്റ് നോട്ട്. യു മസ്റ്റ് നോട്ട് ഗോ ദർ, നിങ്ങൾ നിർബന്ധമായും അവിടെ പോവരുത്. യു മസ്റ്റ് നോട്ട് ഗോ ദർ നൗ, ഇപ്പോൾ നിങ്ങളവിടെ പോവരുത്. യു മേ വെയിറ്റ് ഹിയർ, നിങ്ങൾക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സംതിങ് ഈസ് ഡേഞ്ചറസ്, സോ യു മസ്റ്റ് നോട്ട് ഗോ ദർ, നിങ്ങളവിടെ പോവരുത്. മസ്റ്റ് നോട്ട് ഗോ. ഗോ ഗോ എന്നാണ് എഴുതുന്നത്, പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഗോ. അപ്പോൾ നിങ്ങളവിടെ പോവരുത്. യു മസ്റ്റ് നോട്ട് ഗോ ദർ. ഓക്കെ, അതുപോലെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ മസ്റ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ. യു മസ്റ്റ് നോട്ട് ഡു സംതിങ് മീൻസ് യു നെസസറിലി ഡു നോട്ട് ഡു ഇറ്റ്. ഇറ്റ് ഈസ് നെസസറി, യു ഡു നോട്ട് ഡു ഇറ്റ്. യു ഡോണ്ട് ഡു ഇറ്റ്. ഇറ്റ് ഈസ് നെസസറി, യു ഡോണ്ട് ഡു ഇറ്റ്. ഇതാണ് യു മസ്റ്റിൻറ്റ് ഡു എന്നതിൻ്റെ മീനിങ്. കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. സംതിങ് സംവെയർ ഈസ് റോങ്, യു മസ്റ്റിൻറ്റ് ഹൈഡ് ഇറ്റ്. സംതിങ് സംവെയർ ഈസ് റോങ്, ഐ നോ ഇറ്റ്, യു മസ്റ്റിൻറ്റ് ഹൈഡ് ഇറ്റ്. എവിടെയോ എന്തൊക്കെയോ സംതിങ് നമ്മൾ പറയാറില്ല, അങ്ങനെ പറയേണ്ടി വരാറില്ലേ? ദാറ്റ് ഈസ് സംതിങ് സംവെയർ ഈസ് റോങ്, യു മസ്റ്റിൻറ്റ് ഹൈഡ് ഇറ്റ്. നിർബന്ധമായും അത് മറച്ചു വെക്കരുത്, പറയണം. ഓക്കെ, യു മസ്റ്റ് keep it a secret. You must not, you mustn't tell anybody else. You must keep it a secret. ആദ്യം പറഞ്ഞത് മസ്റ്റ്. യു മസ്റ്റ് കീപ്പ് ഇറ്റ് എ സീക്രട്ട്, രഹസ്യമായി സൂക്ഷിക്കണം അത്. യു മസ്റ്റിൻ ടെൽ എനിബഡി എൽസ്, ആരോടും, മറ്റൊരാളോടും. ദാറ്റ് ഈസ് എനിബഡി എൽസ്, മറ്റൊരാളോടും. യു മസ്റ്റിൻ ടെൽ എനിബഡി എൽസ്, മറ്റൊരാളോടും അത് പറയരുത്. യു മസ്റ്റ് കീപ്പ് ഇറ്റ് എ സീക്രട്ട്, യു മസ്റ്റിൻ ടെൽ എനിബഡി എൽസ്. വൺ മോർ എക്സാമ്പിൾ. ഇറ്റ് ഈസ് നെസസറി നോബഡി ഹിയേഴ്സ് അസ്. ഇറ്റ് ഈസ് നെസസറി നോബഡി ഹിയേഴ്സ് അസ്. വി മസ്റ്റ് നോട്ട് മേക്ക് എനി നോയ്സ്. വി മസ്റ്റിൻ മേക്ക് എനി നോയ്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് നോബഡി ഹിയേഴ്സ് അസ്. വി മസ്റ്റിൻ മേക്ക് എനി നോയ്സ്. നമ്മെ ആരും കേൾക്കാതിരിക്കുക എന്നത് നെസസറിയാണ്. അതുകൊണ്ട് വി മസ്റ്റിൻ മേക്ക് എനി നോയ്സ്, ഒരു നോയ്സും നമ്മൾ ഉണ്ടാക്കരുത്. സോ മസ്റ്റ് പ്ലസ് നോട്ട് ഈസ് മസ്റ്റിൻറ്റ്, മസ്റ്റിൻറ്റ്, ഈസിൻറ്റ്, ആറിൻറ്റ്, ആമിൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അതുപോലെ മസ്റ്റിൻറ്റ്, വി മസ്റ്റിൻ മേക്ക് എനി നോയ്സ്. അപ്പോൾ മസ്റ്റിൻറ്റ് ഓർ മസ്റ്റ് നോട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയും കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മളത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് തറോ ആക്കുക. മേക്ക് ഇറ്റ് തറോ, ഉറപ്പിക്കുക നമ്മൾ മനസ്സിൽ. ഓക്കെ,
The next one is should plus not. Should plus not. Should not or shouldn't. Shouldn't. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റിനെ പോലെയല്ല. ഈസ് നോട്ട് സ്ട്രോങ്ങർ ആസ് മസ്റ്റ്. ദിസ് മീൻസ് ഇറ്റ് ഈസ് മൈ ഒപ്പീനിയൻ ടു ഡു ഓർ ഡോണ്ട് ഡു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നെഗറ്റീവ് ഫോമിലും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് നല്ലത് എന്നൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ ആ എക്സ്പ്രഷനിലൂടെ നമ്മുടെ ആശയം കേൾക്കുന്നവർ മനസ്സിലാക്കുന്നു. ഓക്കെ, കുറച്ചുകൂടെ ഫോമലായിട്ടായിരിക്കും പലപ്പോഴും നമ്മളത് ഉപയോഗിക്കുക. സോ should not or shouldn't do something means it is not a good thing to do. It is not a good thing to do. You should not believe everything you read in the newspapers. You should not believe everything you read in the newspapers. അങ്ങനെ ചില ആളുകളുണ്ടാവും വായിക്കുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന. സോ you should not believe everything you read in the newspapers. ന്യൂസ്പേപ്പറുകളിൽ വായിക്കുന്നതെല്ലാം അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ടതില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് അവിടെ പറയുന്നത്. യു ഷുഡ് നോട്ട് ബിലീവ്, നിങ്ങളത് വിശ്വസിക്കരുത്, നിങ്ങളത് വിശ്വസിക്കാതിരിക്കണം. ഓക്കെ, യു ഷുഡ് നോട്ട് ബിലീവ്, യു ഡോണ്ട് ബിലീവ്. വർക്ക് ഈസ് ഗോയിങ് ഓൺ എവ്രിവെയർ. വർക്ക് ഈസ് ഗോയിങ് ഓൺ എവ്രിവെയർ. We shouldn't choose or we should not choose this route. എല്ലായിടത്തും വർക്കുകൾ നടക്കുകയാണ്, അതുകൊണ്ട് ഈ റൂട്ട് ചൂസ് ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. We should not choose this route is my opinion. We don't choose this route. Work is going on everywhere എല്ലായിടത്തും. Work is going on everywhere. We shouldn't choose this route. Okay. And again, one more example. They shouldn't play now. They can go home. They shouldn't play now. They can go home. It may rain today. ഇപ്പോൾ മഴ പെയ്തേക്കാം, ഇന്ന് മഴ പെയ്തേക്കാം. So, they shouldn't play now. They can go home. മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇംഗ്ലുവിൽ മെസ്സേജ് ചോദിക്കാം. ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ചോദിക്കാം. Anyway, thank you. Bye-bye. Take care.